നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ ചക്ക അട കണ്ടോ. നല്ല സൂപ്പർ കണ്ടിട്ട് പുതിയ നല്ല ചക്ക വരട്ടിയതുണ്ട്. നല്ല ഗോതമ്പ് ചക്കയട. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഹായ് ഡിയേഴ്സ്, നമുക്കിന്ന് ഗോതമ്പ് ചക്കയട ഉണ്ടാക്കിയാലോ. ഗോതമ്പ് വെച്ച് ചക്കയട. ഓക്കെ, അതിന് വേണ്ടി ഞാൻ നല്ല തേൻ വരിക്കയാണ്. നല്ല മധുരമാണ്. ചക്ക അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ആവശ്യം തേങ്ങ എടുത്തിട്ടുണ്ട്, ചുക്ക് ഇട്ടിട്ടുണ്ട്, പിന്നെ നമ്മുടെ ഏലക്ക ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ ശർക്കര നല്ലതുപോലെ ഞാനൊന്ന് അടുപ്പയിൽ വെച്ച് ഉരുക്കിയെടുത്ത്, ഇത് മണ്ണില്ലാത്തതാണ്, മണ്ണുള്ളതാണ്, നമുക്ക് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ ഉരുക്കിയെടുത്തിട്ട് നമുക്ക് ഈ മിശ്രിതം ഇങ്ങോട്ടിടാം. ഞാൻ അരി വെച്ചിട്ടുള്ളത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അരി ഇത് കൊണ്ടാണ് ഈ തേങ്ങയുടെ മാറ്റം. അപ്പോൾ ഇത് നല്ലതുപോലെ ഇതിനകത്ത് കിടന്ന് നല്ല വരണ്ട് വന്നിട്ട് നമുക്ക് ഈ മിശ്രിതമാണ് നമുക്ക് ചെയ്യുക, ഫില്ലിങ്ങായിട്ട് ഉപയോഗിക്കുക. അത് ഇളക്കാം. നമ്മുടെ ചക്ക മിശ്രിതം നല്ലതുപോലെ ഈ നമ്മുടെ ശർക്കരയ്ക്കകത്ത് കിടന്ന് ഈ ചക്കയും തേങ്ങയും എല്ലാം കിടന്ന് വേവട്ടെ. നെയ്യ് ആവശ്യമെങ്കിൽ നെയ്യ് ഒഴിക്കാം. ഞാൻ ഇതിനകത്ത് നമ്മുടെ ചുക്കും പിന്നെ നമ്മുടെ ഏലക്ക ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആവശ്യമില്ല. എനിക്ക് മധുരം വേണമെങ്കിൽ നല്ല മധുരമുള്ള ചക്കയാണ് ഞാൻ അത്രയും ശർക്കര എടുത്തിട്ടുള്ളൂ. നല്ല മധുരമാണ്, തേൻ വരിക്കയാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ വേവട്ടെ. വെന്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക്. ഞാൻ ഗോതമ്പൊക്കെ നല്ലപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട്, അറിയാമല്ലോ. അതൊക്കെ കാണിക്കാത്തതാണ്. ഞാൻ വെള്ളത്തിൽ കുഴച്ച് നമ്മുടെ ഫില്ലിങ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇലയൊക്കെ നല്ല കഴുകി തുടച്ച് വെച്ചിട്ടുണ്ട്. നമുക്കത് ഫില്ല് ചെയ്താൽ മതി. ഇതിൻ്റെ ഓക്കെ. അപ്പോൾ നമ്മുടെ ചക്ക മിശ്രിതം റെഡിയായിരുന്നു, ഫില്ലിങ് റെഡിയായിരിക്കുന്നു. കുറച്ച് ആൾക്കാർ നമ്മൾ ഈ സാധാരണ ഇത് മിക്സിക്കകത്തൊക്കെ അടിക്കും. എനിക്കത് അത്ര ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ഈ രീതിയിൽ നമുക്ക് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നല്ല വെന്ത് നല്ലപോലെ അബ്സോർബൊക്കെ ചെയ്ത് ഞാൻ പറഞ്ഞു നെയ്യ് വേണമെങ്കിൽ ചേർക്കാം. ഓക്കെ. അപ്പോൾ ഇത് നമുക്കിനി ഇടയ്ക്കകത്ത് ഗോതമ്പ് പരത്തിയെടുക്കാം. ഞാൻ പച്ചവെള്ളത്തിലാണ് ഞാൻ ഗോതമ്പ് ഉപ്പിട്ട് കുഴച്ച് വെച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നെയ്യ് വേണമെങ്കിൽ പിന്നെയും ചേർക്കാം. ഞാൻ ചെന്നും ചേർത്തില്ല കേട്ടോ. എനിക്ക് ഗോതമ്പാണ് ഇഷ്ടം. ഞാൻ ഇന്നാൾ അരി കാണിച്ചായിരുന്നു, അന്നേരം ഞാൻ പറഞ്ഞു എനിക്ക് ഗോതമ്പിൻ്റെ ഇഷ്ടമെന്ന്. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഫില്ലിങ് നിറയ്ക്കുകയാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒരെണ്ണം മാത്രം ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് ഫില്ലിങ് വെക്കാം. ഓക്കെ, നല്ല ടേസ്റ്റാണിത്. ദൈവം നമുക്ക് തന്ന ഇതൊക്കെ ഇങ്ങനെ പ്രകൃതിദത്തമായ ഫ്രൂട്ട്സല്ലേ. ചക്ക സമയത്തൊക്കെ നമ്മൾ ഇതൊക്കെ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ മടക്കി വെച്ച് ഇനി നമുക്ക് അപ്പച്ചെമ്പിൽ വെക്കണം. ഇതുപോലെ ഓരോന്നും നമുക്ക് ചെയ്തെടുക്കാം. ഓക്കെ. ഹൈ ഡിയേഴ്സ്, അപ്പം നമ്മുടെ ചക്കയുടെയൊക്കെ റെഡി ആയിട്ടിരിക്കുന്നത് കണ്ടോ. 15 മിനിറ്റ് കഴിഞ്ഞപ്പം തന്നെ വെന്ത് ഞാൻ നോക്കി ജസ്റ്റ് അതിൻ്റെ ഒന്ന് പൊട്ടിച്ച് നോക്കി കേട്ടോ. സൂപ്പറായിട്ട് വെന്തിരിക്കും. നല്ല മണമാണ്. നമ്മുടെ വാഴയിലേക്കകത്ത് എന്തുണ്ടാക്കിയാലും സൂപ്പർ മണമല്ലേ എൻ്റെ. പിന്നെ ചക്കയും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ നല്ലതുപോലെ ആയിക്കഴിഞ്ഞ് ഇനി നമുക്ക് ഇത് നാറുമ്പം എടുത്ത് പൊളിച്ച് കാണിക്കാം. ഓക്കെ, സൂപ്പർ. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പം ചക്കയൊക്കെ ആയി തുടങ്ങിയല്ലോ. അപ്പോൾ തീർച്ചയായും ഇത് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെടും. നമ്മുടെ മനോഹരമായ ചക്കയട റെഡിയായിരിക്കുന്ന ഗോതമ്പ് വെച്ചുണ്ടാക്കിയത്. നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. അരി വെച്ചുണ്ടാക്കിയതാണോ ഇഷ്ടം, ഗോതമ്പ് വെച്ചുണ്ടാക്കിയത്? എനിക്ക് ഗോതമ്പാണ് ഇഷ്ടം. അപ്പോൾ ഇതൊന്ന് മുറിച്ച് കാണിക്കാൻ. എന്തൊരു ടേസ്റ്റാണ്. നല്ല മണവും കണ്ടോ. നല്ല വെന്ത് സൂപ്പറായിട്ട് കണ്ടോ. ഇതാണ് നമ്മുടെ ഗോതമ്പ് ചക്കയട. വളരെ ടേസ്റ്റാണ്. ചൂടോടെ കഴിക്കാം. ഓക്കെ. ഹൈ ഡിയേഴ്സ്, അപ്പം ഞാൻ ആദ്യം ഒന്ന് കാണിച്ചില്ലേ, പിന്നെ ഇത് തണുത്തിട്ട് നിങ്ങളൊന്നുകൂടെ കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാനിതൊക്കെ മുറിച്ച് നോക്കിയത് ആദ്യം. അപ്പോൾ ഇത് കണ്ടോ, എന്തൊരു ടേസ്റ്റാണെന്നറിയോ. സൂപ്പർ. എനിക്ക് ഗോതമ്പിൻ്റെയാണ് ഏറ്റവും ഇഷ്ടം. നിങ്ങൾക്ക് അരിയുടെയാണോ ഗോതമ്പിൻ്റെയാണെന്ന് പറയുക. ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. നമ്മൾ വഴറ്റി ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇരിപ്പുണ്ട്. ഞാനൊരു 10-15 ഉണ്ടാക്കി. അപ്പം നമുക്ക് വൈകിട്ടത്തെ 4 മണി പലഹാരമായിട്ട് ഇത് നമുക്ക് കഴിക്കാവുന്നതാണ്. ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ്, വാച്ച്, ഷെയർ ആൻഡ് ഹൈപ്പ്. ഓക്കെ, നിങ്ങളെ പ്രോത്സാഹനമാണ്. ഞാൻ പറഞ്ഞില്ല, ചാനലൊക്കെ മോണിറ്റൈസായി പൈസയൊക്കെ അക്കൗണ്ട് വന്നു തുടങ്ങി. അപ്പോൾ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ആൾ.